എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേബി ഇൻ യെല്ലോൻ്റെ പാർട്ട് 3 ആണ്. ഇത് എക്സിറ്റ് എന്നുള്ളതാണ്. നമുക്ക് ഏതാ ചാപ്റ്റർ നോക്കാം. റാബിറ്റ് തന്നെയാണ് ഗൈസ് നമുക്ക് കളിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ലിഫ്റ്റിലാണ് ഗൈസ്. വീണ്ടും വീടിൻ്റെ അവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ എന്താ പറയണ, ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. അയ്യോ, ഫ്രിഡ്ജ് ഇപ്പുറത്തല്ലേ. ഓ, എല്ലാം ട്വിസ്റ്റ് ആയിരിക്കണാണ് ഗൈസ്. എല്ലാം അങ്ങാടും ഇങ്ങാടും തിരിഞ്ഞിരിക്കണാണ്. ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ശരിക്കും ഇങ്ങനെയല്ല ചെയ്യണോ? നമുക്ക് ഈ ഇതിലെടുത്തിട്ട് പൊക്കത്തേക്ക് പോയി നോക്കാം. ഇതിവിടെ തുറക്കാൻ പറ്റൂല. ഇവിടെ എവിടെയോ തുറക്കണ്ടോ എന്താ സംഭവം? ദേഹേഷ് ഒരു ലിഫ്റ്റ് ഒരു ഉണയോ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ലിഫ്റ്റിൽ കയറി നോക്കാം. ഇത് ഡിസപ്പിയർ ആയി ഗൈസ്. എന്തോ പറ്റണ്ട് ഗൈസ്. ടെററായിട്ടുണ്ട്. എൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നെള്ളിലൊക്കെ പോയി നോക്കാം. ഇവിടെ എന്താ? ഇവിടെ ഒരു ഇത് കിട്ടി ഗൈസ്. ഒരു കീ കിട്ടി. അത് ഇതിൻ്റെ ഇനി ഇവിടെ എന്തിട്ടാ? ഗൈസ് ഇവിടെ ലവിൻ്റെ ഷേപ്പ്. എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇത് നോർമലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വാതിൽ തുറക്കാം. ഇപ്പോൾ കണ്ടോ ഗൈസ്, സാധാ പോലെ ആയില്ലേ? ഇപ്പോൾ സാധാ പോലെ. ഇനി നമുക്ക് ആക്കി എടുത്ത് പോകാം ഗൈസ്. നമ്മൾ എങ്ങനെയെങ്കിലും ഈ പണ്ടാരം മേടിച്ച ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഈ വഴിയല്ലേ? ഈ വഴി പോവാം. എക്സിറ്റ് ആയോ ഇത്ര പെട്ടെന്ന്? അപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേത് വഴി? ഇതെന്താ ഇങ്ങനെയൊക്കെ പോണം? ഇതേതാ വഴി? അതേനാ സ്റ്റെപ്പായിരുന്നോ? എൻ്റെ ഏത് വഴിയത്? ഇതേത് വഴിയാ? ഇത് വന്ന വഴിയാണ്. ശരി. അപ്പോൾ ഗൈസ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്ക് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അതാണ് മെയിൻ. ഗൈസ് അവിടെ എക്സിറ്റ് എന്നുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകാം. ഇത്രയോടെ എക്സിറ്റ് ആയോ? ഇതെനിക്ക് മനസ്സിലായി. റിപ്പീറ്റായിട്ട് വന്നത് ആഡ് തന്നെയാണ് ഗൈസ്. നമുക്കിനി ഇവനെ എടുത്തിട്ടും പോവാം. ഇതിനകത്ത് എന്തോ രണ്ടാമത്തെ തവണ വരുമ്പോൾ എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ഇവനെ എടുത്തിട്ടും പോവാം. ഇവനെ എടുത്തിട്ടും പോവാം ഗൈസ്. നമുക്ക് ഇവനെ ഇവിടെ ഇടാന്ന് തോന്നുന്നു. ഇടാം ഗൈസ്. നമുക്ക് നേരെ വീണ്ടും ഈ സ്ഥലത്തെത്തി. ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ആദ്യത്തെ തവണ മാത്രം ചെയ്യാൻ പാടുള്ളൂ. അല്ല, ആദ്യത്തെ തവണ ഞാൻ ചെയ്യണമെന്നില്ലാന്ന് തോന്നുന്നു. അറിയാൻ പാടില്ല ഗൈസ്. ഒരാശം കളിച്ച് ഓർമ്മ കിട്ടണില്ല ഗൈസ്. ഇങ്ങനെ തന്നെ ഏണാന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ വന്നിട്ടുണ്ട്. വീണ്ടും അടുത്തന്നെ എത്തിയാ? ഇത് മറ്റേ ടി വി ഇതിനകത്തേക്ക് നോക്കിയാൽ മരിക്കണതല്ലേ? എനിക്കറിയാം. അങ്ങനെ നോക്കാൻ പാടില്ല. അയ്യോ നോക്കി. അയ്യോ, ആകാശത്തേക്ക് നോക്കാം. അയ്യോ, ഇവിടെ നിറച്ചും ടി വിയാണ് ഗൈസ്. അയ്യോ, നമ്മൾ ടി വിൻ്റെ ഉള്ളിലേക്ക് പോകൂല. ഫ്രഷ് കിട്ടിയത്. ഇവിടെയും ടി വി ഉണ്ട്. അയ്യോ ഗൈസ്, തിരി സീനാണ്. ഇവിടെ ഉണ്ടാവും.
ഇവിടെ നിന്നും പോയി ഗൈസ്. ഇനി നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്യാം. ഇത് എക്സിറ്റ് ഇല്ല ഇതിന്. ഇത് വീണ്ടും ഇവിടെ എത്തി ഗൈസ്. ഇത് നമ്മൾ എടുക്കണോ? വേണ്ട, ഇത് എടുക്കണ്ട, നമുക്ക് പോകാം. ഇതെന്തത്? എക്സിറ്റ് ചെയ്യാം ഗൈസ് നമുക്ക്. ഇത് ഗൈസ് ട്വിസ്റ്റ് ആവണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തത്? ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കണാണ്. ഇവിടെ ഒരു വാതിൽ തുറന്നു പോകാൻ പറ്റണില്ല ഗൈസ്. ഗൈസ് നമ്മൾ നിലത്തേക്ക് വീണ് ഗൈസ്. ഇതെവിടെയാണ്? ഓയ്യോ, ഇതെവിടെയാണ്? Take the baby to bed again. ഇതെന്താ ഗൈസ് ഇങ്ങനെയൊക്കെ? ഇത് വേറെ സ്ഥലമല്ലോ കൈ. ഗൈസ് എക്സിറ്റ്. അയ്യോ, നമ്മളെ വീണ്ടും ഉള്ളിലേക്ക് ആക്കി ഗൈസ്. ഇതെങ്ങനെ രക്ഷപ്പെടും? ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? ഇതൊക്കെ ഞാൻ കളിച്ചപ്പോൾ ഉണ്ടായ. ഇവിടെ വേറെ വഴിയുണ്ട്. ഈ വഴി നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. ഓ ഗൈസ്, റാബിറ്റിൻ്റെ കഥയാണ് ഗൈസ്. റാബിറ്റിൻ്റെ കഥയാണ് ഗൈസ്. നമുക്ക് ഈ വഴി പോവാം. ഇതെന്തോരം വഴികളാ, ഒന്നും മനസ്സിലാവണില്ല ഗൈസ്. അടുത്ത ഡോർ ഓപ്പണായി. ഇവിടെ എന്താ? എന്താ സംഭവിക്കണ? ഇതെന്താ? ഏത് സ്ഥലമാണിത്? മനസ്സിലാവണില്ല. ഓ, ഈ വഴി കയറണം. എന്നിട്ട് ഇതെന്തത് ഗൈസ്? ഫുള്ളും കൺഫ്യൂഷനാണ് ഗൈസ്. ഇവിടെ ഡോറൊക്കെ തല്ലി പൊട്ടിച്ചിട്ടേക്കാണ്. ഈ വഴിയാണ് ഗൈസ്, ഈ വഴിയാണ്. ആ ഗൈസ്, ഇതെന്തത് ഗൈസ്? എന്തോ പരിക്കുണ്ട് നമ്മളെ ഗൈസ്. എന്തത് ഗൈസ്? നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആഡാണ് ഗൈസ്. നമുക്കിനി ഇങ്ങോട്ടേക്ക് പോകാം ഗൈസ്. ഇതാണ് എനിക്ക് ഭയങ്കര പേടി. ലാസ്റ്റ് പിടിക്കാൻ വന്നാലാണ് പണി ഗൈസ്. ഒരു പാലം വരേണ്ടതാണ്. ആ ഗൈസ്, ഇവിടെ ഒരു പാലം വന്നിപ്പോൾ ബ്രിഡ്ജ് ഒന്നും എനിക്കിനി അങ്ങോട്ട് പോകാം. ഗൈസ്, ഇപ്പോൾ പാലം വന്ന് നമുക്കിനി അങ്ങോട്ട് പോകാം. നമ്മ രക്ഷപ്പെട്ടെ. ഇനി ആരും പിടിക്കാൻ വരാണ്ടിരുന്നാലും മതിയായിരുന്നു. അതെന്താ അത്? ഇവിടെ ഒരു ചിഹ്നമുണ്ട് ഗൈസ്, ഇങ്ങനെ 1 റൗണ്ട്. ഓ, ഇതാണല്ലേ ആ ചിഹ്നം, 1 റൗണ്ട്. ഇത് തന്നെ. ഇനി ആ പിക്സ്മാൻ പിടിക്കാണ്ടിരുന്നാൽ മതി ഗൈസ്. ആ സാധനം വന്ന് എന്നെ കൊല്ലും. എനിക്കതിൽ നിന്ന് ഓടി രക്ഷപ്പെടാതെയും അറിയില്ല ഗൈസ്. ചിലപ്പോൾ അവൻ പിടിക്കാൻ വരും ഗൈസ്. പറഞ്ഞില്ലേ ഗൈസ്? അയ്യോ, അയ്യോ ഗൈസ്, ആ വഴി വന്നു ഗൈസ്. പിടിച്ച് ഗൈസ്. ഇതെങ്ങനെ? എൻ്റെ കൂടെ ഇതൊന്നും എങ്ങനെ അറിയും ഗൈസ്? കോഡ് ഇതൊന്നും മനസ്സിലാവണില്ല. കോഡ് മനസ്സിലായി. ഓ, ഈ കോഡ്. അയ്യോ, തട്ടി. ഏത് കോഡ്? അയ്യോ, മനസ്സിലായില്ല. ഈ കോഡ് മനസ്സിലായില്ല. കോഡ് ഫുട്ബോളിൻ്റെ കളിൻ്റെ കൂടെ ആയിരുന്നു. കോഡ് ഓർമ്മയില്ല. ആ, ഇതന്നെ. ഓ ഗൈസ്, രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അയ്യോ, ഈ സമയത്തൊക്കെയാണ് ആഡ് തന്നെ.
രക്ഷപ്പെട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാധനം വന്നാൽ ആ പിക്സ്മാൻ എന്ന് പറഞ്ഞ സംഭവം വന്നുകൊണ്ടാണ്. ഇനിയും പിടിക്കാൻ വരുമോ ഗൈസ്? എസ്കേപ്പ് ആവോ ഗൈസ്? നമ്മൾ ചെറുതായി ഗൈസ്, നമ്മൾ ടോയില്ല അത്രയായി, നമ്മൾ ആ റാബിറ്റിൻ്റെ അത്രയായി. തീരെ അത്രയും നോക്കേണ്ട പറ്റി. ഇവിടെ ആരോ മാർക്കൊക്കെ ഉണ്ട്. അവൻ അടുത്തെത്തി. വേഗം ഇതൊക്കെ ഭയങ്കര ഗൈസ് പിടിച്ച് ഗൈസ് നമ്മളെ. ഗുഡ് നൈറ്റ് ഗൈസ്. നമുക്ക് ഒന്നുകൂടി വേക്കപ്പ് ചെയ്തേക്കാം. ട്രെയിനിൻ്റെ അവിടെ നിന്ന് ഗൈസ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം അല്ലേ? നമുക്കിനി ഒന്നും നോക്കണ്ട, അന്ന വഴി വരാം. ഇനി അവൻ എന്നെ പിടിക്കില്ല. ഗൈസ് വേഗം പോയി നമുക്ക് ഇവിടെ ഗൈസ് അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ദ ഓൺലി വൺ, ദെയർ വിൽ ഓൾവേസ് ബി മോർ. അവിടെ കുറേ ഉണ്ടാവും എന്നാണ് പറയണത്. എന്തൊക്കെയോ പറയണ്ടി. കഴിഞ്ഞാ അപ്പോൾ ഗൈസ് ഇനി ആക്ട് 3 ആണ്. അത് അടുത്ത വീഡിയോയിൽ ഇത് തന്നെ ഇടാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ തരുന്ന ഇതേപോലെ ഗെയിമിംഗ് കണ്ടൻറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഗൈസ്. അപ്പോൾ ബൈ.